പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. അതിപ്രധാനപ്പെട്ട മുഹറം മാസത്തെ വരവേൽക്കാനും ദുൽഹിജ്ജ മാസത്തെ യാത്രയാക്കാനും ഒരു വിശ്വാസി വിതുമ്പി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കടന്നു വരുന്ന മുഹറം മാസത്തെ എങ്ങനെ സ്വീകരിക്കണം, മുഹറം മാസത്തിൽ എന്ത് പറയണം, എന്ത് ഓതണം, എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്, എല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസം ഉൾപ്പെടെ ഈ കഴിഞ്ഞു പോകുന്ന വർഷം അള്ളാൻ്റെ അടുക്കൽ ചെന്ന് നമ്മെപ്പറ്റി കുറ്റം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിന് ചെറിയൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞു തരാം. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ ഈ ഒരു ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഈ കടന്നു പോകുന്ന ദുൽഹിജ്ജ ഉൾപ്പെടെയുള്ള ഈ വർഷം നമുക്ക് അനുകൂലമാകും. ഏതാണ് ആ ഇസ്തിഗ്ഫാർ? വിശദമായി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പരിശുദ്ധമായ മുഹറം മാസം ഇതാ കടന്നു വരികയാണ്. വിശ്വാസി വളരെ ആഹ്ലാദത്തിലാണ്. കാരണം ചെറിയ അമലുകൾക്ക് പോലും ഒരുപാട് പുണ്യം വാരിക്കോരി അള്ളാഹു കൊടുക്കുന്ന അതിപ്രധാനപ്പെട്ട ഈ മുഹറം മാസം, ആ മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അമലുകൾ, മുഹറം മാസത്തിൻ്റെ ഈ ഒരു ശ്രേഷ്ഠതയ്ക്ക് കാരണമായ ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിക്ർ, ഔറാദുകൾ, സൂറത്തുകൾ എന്തെല്ലാമാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം കൂടി പഠിക്കാം. കാരണം ഒരുപാട് പേര് ബേജാറാകുന്ന ഒരു മേഖലയാണ് ഈ വരുന്ന മുഹറം 1 അല്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ മോളുടെ കല്യാണം വെച്ചിരിക്കുകയാണ്, പെരതാമസം വെച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ മകളുടെ വിവാഹ നിശ്ചയം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ്. അത് മാറ്റേണ്ടി വരുമോ? മുഹറം 1 ആണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരുമോ? കൃത്യമായ ഉത്തരം വ്യക്തമായി ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് കേൾക്കാം. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, എല്ലാവിധ സന്തോഷവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് പേർ, നമ്മുടെ കുടുംബാദികളിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര്, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് പേര്, നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ഒരുപാട് പേര് പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവരാണ്, ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസവും മാറ്റിക്കൊടുത്ത് എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളെല്ലാവരും ഇനി പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഉണ്ടാവുക. അപ്പോൾ അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ കണ്ണീരോടുകൂടി വിശ്വാസികൾ തൗബ ചെയ്തു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. അത് ഇന്നലത്തെ കൊണ്ട് മാത്രം. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേകം തൗബയായിരുന്നു. അപ്പോൾ ഇന്നലെ തൗബ തീർന്നു, ഇനി തൗബ വേണ്ട, അങ്ങനെയല്ല. ഇനിയുള്ള ദിവസങ്ങളിലും തൗബയും ഇസ്തിഗ്ഫാറും ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. കഴിഞ്ഞ 12 മാസം അല്ലേ, എത്രയോ പുണ്യദിനങ്ങൾ നമ്മളിലുണ്ടായിരുന്നു. കഴിഞ്ഞ റമദാൻ, അതിനു മുമ്പ് വിശുദ്ധമായ ശഅബാൻ, പിന്നെ റജബ്, പിന്നെ അതിനു മുമ്പ് റബീഉൽ അവ്വൽ മാസം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ, അതായത് ഈ മുഹറം വരുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള ഈ സമയത്ത്, അള്ളാഹുവേ, കഴിഞ്ഞ ഈ വർഷത്തിൽ ഞങ്ങൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ എല്ലാം നീ സ്വീകരിക്കണേ നാഥ എന്ന് നമ്മളെപ്പോഴും ദുആരക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു ചെറിയൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞു തരാം. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം മറ്റൊരു വർഷത്തിൻ്റെ തുടക്കം ആണല്ലോ. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മളെത്തുന്നു, മറ്റൊരു വർഷം നമ്മളിലേക്ക് വരുന്നു. ഈ സമയത്ത് ഈ വർഷം നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അബദ്ധങ്ങൾ, ഒരുപാട് മോശത്തരങ്ങൾ, അതെല്ലാം അള്ളാഹു പൊറുത്തു തരാൻ ഒരു ചെറിയൊരു ഇസ്തിഗ്ഫാർ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എങ്ങനെ?
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അല്ലാഹുവേ എനിക്ക് എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം. ഇസ്തിഗ്ഫാറാണ് ഞാൻ പറയുന്നത്, എൻ്റെ എല്ലാ തെറ്റും നീ പുറത്തു തരണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയമായും അല്ലാഹുവേ നീ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീം നീ കരുണയുള്ളവനാണ്. ഇത് നമ്മൾ ഈ ഒരു മാസത്തിൻ്റെ അവസാനം നമ്മൾ പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു വർഷം അവസാനിക്കാൻ പോകുമ്പോൾ പറയണം. ഇനി നമ്മളിലേക്ക് വരുന്നത് പരിപാവനമായ മുഹറം മാസം. അൽഹംദുലില്ലാ, അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നീ ആഫിയത്തോടെ ആരോഗ്യത്തോടെ പരിപാവനമായ ഹിജ്റ വർഷം 1446 മുഹറം മാസത്തിലേക്ക് ഇതാ അടുക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആരോഗ്യം തന്ന് ഈ വർഷം നല്ല ഒരു വർഷമാക്കി അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിന് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചില പ്രവൃത്തികൾ കൂടി നമ്മൾ നന്നാക്കാനുണ്ട്. അതായത് ഇനി വരുന്ന മുഹറം മാസത്തെ എങ്ങനെ സ്വീകരിക്കണം, പിന്നെ ഈ മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെ അള്ളാഹു പ്രത്യേകം ആദരിച്ച ദിവസമാണ്. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ആ ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാവനമായ മുഹറം മാസം വരുമ്പോൾ നബിതങ്ങൾ സ്വഹാബിമാർക്ക് ഈ മുഹറം മാസത്തിൽ നടന്ന പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഒരുപാട് ദിക്റും സ്വലാത്തുമൊക്കെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമായിരുന്നു. അത് കേട്ട് സ്വഹാബിമാർ ചൊല്ലുമായിരുന്നു. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹറാമാക്കപ്പെട്ടത്, ആദരിക്കപ്പെട്ടതെന്നാണ്. അതായത് അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച മാസത്തിലേക്കാണ് നമ്മളെല്ലാവരും കടക്കാൻ പോകുന്നത്. സാധാരണ പറയാറുണ്ട് എന്ത്, ബൈത്തുല്ലാ, അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് അള്ളാഹുവിൻ്റെ പേര് ചേർത്ത് പറയാറുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് അള്ളാഹു താല സ്വന്തം പേര്. ഇപ്പം നമ്മുടെ മക്കള് വീട്ടിൽ, നമ്മുടെ മക്കള് ഇതാരുടെ വാപ്പിയ, ഇതെൻ്റെ വാപ്പിയ, ഇതാരുടെ ഉമ്മയ, ഇതെൻ്റെ ഉമ്മയ, ഇതെൻ്റെ വീടാ, ഇതെൻ്റെ ബേബിയ, അങ്ങനെയൊക്കെ നമ്മുടെ ചെറിയ മക്കള് പറയാറുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് അവരങ്ങനെ വെറുതെ പറയുന്നതല്ല, അത് അവരുടെ മനസ്സിലുണ്ട് ഇതെൻ്റെതാണ് എന്ന്. അതായത് അള്ളാഹു താല അവനോട് ചേർത്ത് പറയുന്നു ഇതെൻ്റെ ആണ്, ഇതെൻ്റെ മാസം, ഷഹ്റുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹറം മാസം അത് അള്ളാന്റെ മാസമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആരാകും? അള്ളാന്റെ ആളുകളായി മാറും. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ള മാസമാണ് മുഹറം. അപ്പോൾ റജബിന് മഹത്വമുണ്ട്, ഷഅബാൻ അതിനും മഹത്വമുണ്ട്, റബീഉൽ അവ്വൽ അതിനും പുണ്യമുണ്ട്. അതിനേക്കാളൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. മുഹറം മാസത്തിന് ആ പേര് വരാൻ കാരണം തന്നെ ഹറാമാക്കപ്പെട്ടത്, മുഹറം ഹറാമാക്കപ്പെട്ടത് എന്ത്? യുദ്ധം ചെയ്യൽ ഹറാമാക്കപ്പെട്ട മാസം. 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന ആ സമയത്തുള്ള അറബികളുടെ ജീവിതം. അതായത് വാർ, വുമൻ, വൈൻ, കള്ള്, പെണ്ണ്, യുദ്ധം, ഈ 3 കാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ചില മോശപ്പെട്ട ആളുകൾ, ആ മോശപ്പെട്ട ആളുകൾ പോലും, അതായത് കാട്ടറബികൾ എന്ന് പറയും, അറാബികൾ, ഒരു വിവരവുമില്ല എന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ നമ്മൾ പറയില്ല, ഒരു വിവരവും ഇല്ല എന്ന്, കാട്ടറബികൾ ഒരു വിവരവും ഇല്ല, അങ്ങനത്തെ ആളുകൾ പോലും വിശുദ്ധമായ മുഹറം മാസത്തെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അതായത് അല്ലാഹു തആല 12 മാസങ്ങളെ ആക്കിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അല്ലാഹു ബഹുമാനിച്ചു, ആദരിച്ചു. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? 1 ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, 3 മുഹറം മാസം, ഇനി വരാനുള്ള റജബ് മാസം. അപ്പോൾ 4 മാസങ്ങളെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. ഈ സമയങ്ങളിൽ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണം. മാത്രമല്ല കൂടുതൽ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച മാസം വിശുദ്ധമായ മുഹറം. അതുപോലെ അള്ളാഹു ആദരിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ, ഹബീബുള്ള, അള്ളാഹുവിൻ്റെ ഹബീബ്. മഹാനായ മൂസാ നബിയെ പറ്റി പറയുന്നത് കലീമുള്ള, അല്ലേ, കലീമുള്ള എന്നാണ്. ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് ഖലീലുള്ള എന്നാണ്.
അപ്പോൾ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞ എല്ലാത്തിനും വലിയ മഹത്വമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിശുദ്ധമായ മുഹറം മാസത്തിന് വലിയ മഹത്വമുണ്ട്. ഈ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മ. ഞാൻ ഓതിയ ആയത്തിൻ്റെ തഫ്സീറിൽ, അതായത് തഫ്സീർ ഇബ്നു കസീറിലൊക്കെ വിശദമായി പറയുന്നുണ്ട്. എന്ത്? ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ്ക്ക് അല്ലാഹു തആല മറ്റു മാസങ്ങളിൽ പറയുന്ന സുബ്ഹാനല്ലാഹയേക്കാൾ കൂടുതൽ പ്രതിഫലം തരും. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് അല്ലാഹു തആല എന്ത്? മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ്, അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ വരുന്ന മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് മുഹറം മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത് പോലെ നോമ്പ് പിടിക്കുക, സുന്നത്ത് നോമ്പ് പിടിക്കുക. പ്രത്യേകിച്ച് മുഹറം 9-നും 10-നും പ്രത്യേകം സുന്നത്താണ്. നമ്മൾ നോമ്പ് ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഹറം മാസത്തിന്റെ നോമ്പുകൾ പ്രത്യേകം പിടിക്കാൻ സ്വഹാബിമാർക്ക് ഉപദേശം നൽകിയിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന് അത് പിടിക്കാൻ പറ്റില്ല. നബിതങ്ങൾ അടുത്ത വർഷമാകുന്നതിന് മുമ്പ് വഫാത്തായി. അപ്പോൾ പറഞ്ഞു വന്നത്, നബിതങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു നോമ്പ് പിടിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു മാസമാണ് മുഹറം മാസം. അതുകൊണ്ട് മുഹറം മാസത്തിന്റെ ആ ഒരു നോമ്പിന്റെ കാര്യം മറന്നു പോവണ്ട. പിന്നെ നോമ്പിന്റെ നിയ്യത്തിനാണെന്ന് ഓടിച്ചു പറയാം. ഇപ്പോൾ മുഹറം 1-ന് നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ മുഹറം 1-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അല്ലെങ്കിൽ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതി. മുഹറം 2-നാണെങ്കിൽ മുഹറം 2-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അല്ലെങ്കിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ്. അങ്ങനെ ഏതെങ്കിലും നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഏത് നിയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പും കൂടി ഇതിനോട് ഞാൻ ഖളാ വീട്ടുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം. പിന്നെ പിടിക്കുന്ന ദിവസം ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലെ സുന്നത്തായ, അങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ കരുതിയാൽ 3 നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ മറന്നു പോവണ്ട, നിയ്യത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഹറം മാസമാണ്, പുതിയൊരു വർഷം വരികയാണ്. പിണക്കം, വഴക്ക്, കുശുമ്പ്, കുഞ്ഞായ്മ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളണം. കാരണം ഈ വർഷത്തിൽ തുടക്കം തന്നെ ഈ ഒരു കുശുമ്പും കുഞ്ഞായ അവനങ്ങനെ ഇവനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലേ? ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടാവും. നമ്മളറിയാതെ നമ്മളെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയും, നമ്മളറിയാതെ നമ്മളെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അല്ലെ? എത്രയോ മോശത്തരം പറയുന്നവരുണ്ടാകും. അതൊക്കെ അള്ളാഹു മറച്ചു വെച്ചു. എന്തിനാ? അങ്ങനെ അള്ളാഹു നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന എല്ലാവരുടെയും പേര് നമുക്ക് വെളിവാക്കി തന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാനേ പറ്റൂല. കാരണം എല്ലാവരും, ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് പോയി അയാൾ അങ്ങനെയെന്ന് പറയും. അതങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. അതുകൊണ്ട് ഒരാളെ പറ്റിയും കുറ്റം പറയേണ്ട, ഒരാളെ പറ്റി മോശം പറയേണ്ട. അതുപോലെ ഈ വരുന്ന ഈ മുഹറം മാസത്തിൽ ബന്ധങ്ങൾ ചേർക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഈ മുഹറം മാസം 1 മുതൽ 10 വരെ അല്പമെങ്കിലും സ്വതക്ക ഓരോ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ എത്രയോ ഗ്രൂപ്പ്, നമ്മുടെ കുടുംബ ഗ്രൂപ്പ്, നമ്മുടെ നാട്ടുകാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അതിൽ കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട് ഒരു സഹോദരൻ ചികിത്സ അഭ്യർത്ഥന നടത്തുന്നു, അല്ലെങ്കിൽ ക്യാൻസർ രോഗം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വിവാഹം ചെയ്തയക്കാനുണ്ട്, അല്ലെങ്കിൽ വീട് പണി നടക്കും. അങ്ങനെ ഒരുപാട് പേര് ചികിത്സയുമായിട്ട് വരും. ഒരു 100 രൂപ കൊടുത്താൽ മതി. ഒരു 100 രൂപ, ഒരു ദിവസം ഒരു 100 രൂപ അവരുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു 100 രൂപ അയച്ചു കൊടുത്താൽ ആരും അറിയാൻ പോകുന്നില്ല. അയച്ച നമ്മളും പിന്നെ അള്ളാഹും പിന്നെ ആർക്കാണോ ആ പൈസ ചെന്നത് അവർക്കും മാത്രം അറിയാം. അപ്പോൾ രഹസ്യമായ ഒരുപാട് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത്. പിന്നെ മാത്രമല്ല, എല്ലാവരോടും സലാം പറയേണ്ടതുണ്ട്. മുഹറം മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, പുതിയൊരു വർഷമാണല്ലോ, അധികരിപ്പിക്കേണ്ട ഒരു സുന്നത്താണെന്ത്? സലാം അധികരിപ്പിക്കുക. എല്ലാവരോടും സലാം പറയുക. അതായത് സലാം പറയാൻ പറ്റുന്ന അന്യ പുരുഷന്മാരോട്, അന്യ സ്ത്രീകളോട് പറയണമെന്നല്ല. നമുക്കിപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നു. വീട്ടിൽ ഉമ്മമാർ തന്നെ എത്രയോ ആളുകൾ മൂത്തുമാനെ ഫോൺ വിളിക്കും, എളിയമാനെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ അവരെ ഫോൺ വിളിക്കും, ഇവിടെ
ആരെങ്കിലും ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് തുടങ്ങുക. അതൊക്കെ ഒരു പുതിയ ശീലം നമ്മൾ മുഹറം മാസത്തിൽ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ദിക്റിൻ്റെ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അൽഹംദുലില്ലാ മഗ്‌രിബിക്ക് ശേഷം ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെയൊക്കെ മജ്‌ലിസ് ഉണ്ട്. അതിലൊക്കെ പ്രത്യേകം പങ്കെടുക്കുക. അതിലൊക്കെ ദുആ ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന ഒരു മജ്‌ലിസാണ്. അപ്പോൾ അതിലൊക്കെ വലിയ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. ആ മജ്‌ലിസൊക്കെ പങ്കെടുക്കുക. പിന്നെ പറ്റുന്നത് പോലെ ജനങ്ങൾക്ക് സ്വതക കൊടുക്കുക. അതിൽപ്പെട്ടതാണ് ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കുക. പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. പിന്നെയോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. യതീമായ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക. ഇനി ഒന്നും യതീമായ മക്കൾക്ക് കൊടുക്കാനില്ലെങ്കിൽ വെറുതെ ഒന്ന് കൈയൊന്ന് തലോടിയാൽ പോലും നമുക്കെന്താണ് പ്രതിഫലമാണ്. പിന്നെ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ്. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം കല്യാണം, പെരതാമസം ഒന്നും വെക്കാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതൊന്നും വെക്കുന്നതിന് കുഴപ്പമില്ല. ചില ആളുകൾക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഈ ഭാഗം കേൾക്കുമ്പോഴായിരിക്കും ഒരു സമാധാനമാകുന്നു. ഉസ്താദെ, ഞങ്ങൾ ഈ ഞായറാഴ്ച ഞങ്ങളുടെ മോളുടെ കല്യാണം വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ മുഹറം 1 ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ബേജാറായി നിൽക്കുകയായിരുന്നു. അതുപോലെ മറ്റു ചില ആളുകളുടെ ബേജാറ്, ഈ വരുന്ന ഞായറാഴ്ചയാണ് ഞങ്ങളുടെ പെരതാമസം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മോളുടെ കല്യാണ നിശ്ചയം വെച്ചിട്ടുള്ളത്. മുഹറം 1 ആണെങ്കിൽ അത് മാറ്റേണ്ടി വരുമോ? കാരണം മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇനി ഹറാമാണോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇതല്ലാതെ ഈ മുഹറത്തിൽ വേറെ ഒരു ദിവസം ഈ ഓഡിറ്റോറിയം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കല്യാണം ഇങ്ങനെ നീണ്ടുപോകും. എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഒരു കുഴപ്പമില്ല. അതായത് പണ്ടുള്ള ആളുകൾ അങ്ങനെ മുഹറം 1 മുതൽ 10 വരെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന്, അന്ന് എല്ലാവർക്കും മിക്കപ്പോഴും സുന്നത്ത് നോമ്പായിരിക്കും. അതാണ്, സുന്നത്ത് നോമ്പായിരിക്കും. അതുകൊണ്ട് നോമ്പുകാരായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, എല്ലാ കാര്യത്തിലും ഓടി നടക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തത്, മുഹറം 1 മുതൽ 10 വരെ കല്യാണം പെരതാമസം ഒന്നും വെക്കരുത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർക്ക് പിടിക്കാം. ഇനി പിടിക്കേണ്ട ആ കല്യാണവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതൊരു മറ്റൊരു ദിവസം, മുഹറത്തിൽ മറ്റൊരു ദിവസം പിടിച്ചാലും മതിയാകും, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണല്ലോ നമ്മൾ പിറ കാണുമോ ഇല്ലയോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ പിറ കണ്ടാൽ ഞായറാഴ്ച 1 ആയിരിക്കും. ഞായറാഴ്ച നിങ്ങൾ കല്യാണമോ എന്തെങ്കിലുമൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ അത് മാറ്റാനൊന്നും നിൽക്കണ്ട. അതങ്ങനെ തന്നെ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുഹറം 9, 10 അതൊന്നും നമ്മൾ സൂക്ഷിക്കൽ നല്ലതാണ്. കാരണം അത് വലിയൊരു മഹത്തായ നമ്മളെല്ലാവരും നോമ്പെടുക്കുന്ന ഒരു സമയങ്ങളാണ്. അപ്പോൾ അന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റുക. ഏതായാലും അൽഹംദുലില്ലാ ഈ പ്രാവശ്യം മുഹറം 9, 10 ശനി ഞായറും ആകൂല. അതിൻ്റെ ഒരു വലിയ സമാധാനമുണ്ട്. കാരണം ശനി ഞായറും ഒക്കെ ഒരുപാട് പരിപാടികൾ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ അത് ഏതായാലും ആകൂല. മറ്റു മുഹറം 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോ, കുഴപ്പമില്ല. അതെടുത്ത് മാറ്റേണ്ട കാര്യം ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി മുഹറം 1 to 10 വരെ ഒരു സുന്നത്ത് രോഗിയെ സന്ദർശിക്കലാണ്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കലും വളരെയധികം പ്രത്യേകം നമ്മൾ ഈ ഒരു ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. പിന്നെ നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാ, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഏത് മാസം തിരഞ്ഞെടുക്കും എന്ന് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് മുഹറം മാസമാണ്. മുഹറം മാസത്തിലാണ് റമളാനിന് ശേഷം, അല്ലെ, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, പരിശുദ്ധമായ മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മാസം. അത് അല്ലാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ജനങ്ങളുടെ തൗബ സ്വീകരിക്കും, വേഗത്തിൽ ദുആ സ്വീകരിക്കുന്ന, വേഗത്തിൽ അമലുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഹാനായ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പിടിക്കും, അല്ലേ? ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരുപാട് പേര് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ 10 എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ. 10ാമത്തെ ദിവസം പെരുന്നാളാണ്. 10 ദിവസമല്ല, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി നോമ്പ് പിടിക്കാൻ പറ്റും. എപ്പോൾ? മുഹറം 1 to 10. പിന്നെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ,
വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല സത്യമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 10 രാത്രികൾ ഏതാണ് എന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ മഹാനായ ഇമാം ഖത്താദ തങ്ങൾ പറയുന്നത് അത് മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള അതിശ്രേഷ്ഠമായ സമയങ്ങളാണ്, ദിനങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞ വലയാലിൻ അശ്ർ എന്ന് മഹാനവർകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫതുഹുൽ മുഈനിൽ പറയുന്നു, പരിശുദ്ധമായ റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമുള്ള മാസങ്ങൾ അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അതായത് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസങ്ങൾ അത് 4 മാസങ്ങൾ. ഏത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ് റമളാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്. ഈ 4 മാസങ്ങളിൽ തന്നെ മുഹറം മാസമാണ് 1-ാം സ്ഥാനമെന്ന് ഫതുഹുൽ മുഈനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുഹറം മാസത്തിലെ നോമ്പ് അതിപ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിൽ ഈ മുഹറം മാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുഹറം 1 മുതൽ 30 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 1 മുതൽ 10 വരെ, അതിൽ പ്രധാനപ്പെട്ടത് മുഹറം 9, 10, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം 10. ഒന്നുകിൽ മുഹറം 1 മുതൽ 30 വരെ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെ, അല്ലെങ്കിൽ മുഹറം 9, 10, അതിലും ശ്രേഷ്ഠമായത് മുഹറം 10. മുഹറം 10ൻ്റെ നോമ്പ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട നോമ്പാണ്. അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മുഹറം 1 മുതൽ 10 വരെ ഒരു ദുആ നമ്മൾ പ്രത്യേകം പറയൽ സുന്നത്താണ്. ഒരു ദുആ നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. മുഹറം 1 മുതൽ 10 വരെ എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനിക്ക് ഈ വർഷം തന്നെ ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവലുണ്ടാകും. പിശാചി ബാധ അവന് കേൾക്കൂല, വസുവാസു രോഗം ഉണ്ടാവില്ല, ഒരുപാട് ഖൈറാത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ് ആ ഒരു ദുആ എന്ന് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاستغال بما يقربني ഇലൈക സുൽഫാ. അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇത്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം, എപ്പോൾ വേണമെങ്കിലും 3 പ്രാവശ്യം ഈ ഒരു ദുആ പറഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് ആ ദുആ? കേട്ടോ, ഇതിൻ്റെ ഏകദേശം അർത്ഥം വരുന്നത് അല്ലാഹുവേ അന്തൽ അബദിയുൽ ഖദീമുൽ ഔവൽ വ അലാ ഫദ്ലിക്കൽ അലീമി വ ജൂദിക വ കറമിക്കൽ മുഅവ്വൽ. അല്ലാഹുവിനെ വാഴ്ത്തുന്നു, അല്ലാഹുവിനെ പുകഴ്ത്തുന്നു. അല്ലാഹുവിനെ ഇഷ്ടമുള്ള അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അല്ലാഹുവിനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പടച്ചവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അല്ലാഹുവിനെ ആദ്യം പുകഴ്ത്തുന്നു, എന്നിട്ട് പറയുന്നു, റബ്ബേ ഇത് ഞങ്ങളുടെ ഒരു പുതിയ വർഷമാണ്, ഇതൊരു പുതിയ മുഹറം അടങ്ങുന്ന ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരുന്നു. ശൈത്വാന്റെ ഷർറിനെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാ. മോശപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കളയണേ അല്ലാ. അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ, മോശപ്പെട്ട കേൾവികൾ എല്ലാം നീ തടയണേ റഹ്മാനെ. മാത്രമല്ല ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മേൽ നീ അടച്ചു കളയണേ അല്ലാ. ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാവൽ നൽകണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ ഒരു ദുആ. അപ്പോൾ ഇൻഷാ അല്ലാ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ 3 പ്രാവശ്യം വെച്ച് നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഒന്നുകൂടി നമുക്ക് ദുആ പറഞ്ഞാലോ? اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس اللمارة بالسوء والاشتغال بما يقربني إليك زلفى.
അല്ലോ ഉസ്താദ് ഇത് ഭയങ്കര വലുതാണല്ലോ. വളരെ ചെറുതാണ്, ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് വെറുതെ നോക്കി ഒന്ന് ഓതിയാൽ മതി. നോക്കി ഒരു 3 പ്രാവശ്യം ഓതിയാൽ ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി തപ്പും തടലും ഉണ്ടാവുള്ളൂ. പിന്നെ 2 പ്രാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ഓതാം. മുഹറം 1-10 എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് ഒന്നുകൂടെ ഓതാം. അല്ലാഹുമ്മ അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫദ്ലിക്കൽ അലീമി വജൂദിക വകറമിക്കൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ അസ്അലുകൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി വഔലിയാഇ വൽ ഔന അലാ ഹാദിഹി നഫ്സിൽ ലമ്മാറതി ബിസ്സൂഅ് വൽ ഇസ്തിഗാല ബിമാ യുഖർരിബുനി ഇലൈക സുൽഫാ. അപ്പോൾ ഈ ദുആ മറന്നു പോവണ്ട. അപ്പോൾ ഈ ഒരു ദുആ മുഹറം 1-10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലിൽ ഒന്ന് ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ആവർത്തിക്കുക. പിന്നെ ഈ വരുന്ന ശനിയാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, മുഹറത്തിൻ്റെ ആദ്യത്തെ രാത്രിയിലേക്ക്, പ്രഥമ രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ എന്ത് പറയണം? പിറ കണ്ടാലുള്ള ദുആ നമുക്കറിയാം അല്ലേ? പിറ കണ്ടാലുള്ള ദുആ നമ്മൾ മറന്നു പോകരുത്. അത് ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്ത് അന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പറഞ്ഞു തരാം. പിറ കണ്ടാലുള്ള ദുആയുണ്ട്. അതുപോലെ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം. ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് പ്രഥമ രാത്രിയിൽ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് ആ ഒരു വർഷവും ആ ഒരു മാസവും എന്താണ്? അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നതാണ്. പിന്നെയോ മാത്രമല്ല, മുഹറം മാസത്തിൻ്റെ പ്രഥമ രാത്രിയിൽ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അള്ളാഹു തആല കൊടുക്കാത്ത നന്മ ഒന്നും ഉണ്ടാവില്ല. 360 പ്രാവശ്യം, അതായത് ഓരോ ദിവസത്തിന് പകരമായും ഓരോ ആയത്തുൽ കുർസിയെ ഈ 300, അതായത് ഈ വർഷം മുഴുവനും, ഹിജ്റ വർഷം 1446 എന്ന വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം അവനും അവൻ്റെ കുടുംബത്തിനും ഉണ്ടാകും. 360 പ്രാവശ്യം ആയത്തുൽ കുർസി. പിന്നെ നമ്മളൊക്കെ മുഹറം മാസം 1-ാമത്തെ രാത്രിയിലും പിന്നെ ശേഷമുള്ള പകൽ 1-ാമത്തെ ദിവസം തന്നെ ചെയ്യുന്ന ഒരു അമലാണ്. പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന ഒരു പുണ്യമായ ഒരു അമലാണ് 113 പ്രാവശ്യം ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്ന ഒരു രൂപം. അത് കൃത്യമായി ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, ദുആ അധികരിപ്പിക്കണേ. ഏത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ മറന്നു പോവണ്ട. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ പരിശുദ്ധമായ മുഹറം മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ദുആകളാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ഒരു ദുആ, അതൊരു ഇസ്തിഗ്ഫാറാണ്, അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്. പിന്നെ അറിയാവുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അതുപോലെ തന്നെ നമ്മൾ അദദു സ്വലാത്ത്, സ്വലാത്തുൽ ഫിർദൗസിയ, സ്വലാത്തുൽ ഫാത്തിമിയ, അതുപോലെ സ്വലാത്തു തിബ്ബ്, അരിയത്തു സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്തുകളൊക്കെ വാരിക്കോരി അങ്ങോട്ട് പറഞ്ഞു. കാരണം ഒരു സ്വലാത്തിന് ഒരുപാട് സ്വലാത്തിൻ്റെ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം, എങ്കിലും ഒന്ന് ഉണർത്തി തന്നതാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. അപ്പോൾ ആ ദുആയൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അല്ലാഹു തആല എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ വിട പറയുന്നു. ഈ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്ത എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാ തിന്മകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലൊരുപാട് ഇബാദത്ത് ചെയ്യുവാനും ഈ വരുന്ന മുഹറം മാസം ഉൾപ്പെടെ ഈ വർഷം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ഒരു വർഷമാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.